Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എൻ്റെ കയ്യിൽ ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിലുണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയാമെന്നാണ് നോക്കാൻ പോണത്. ഞാനിത് ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലത്തെ 5th എപ്പിസോഡാണ്. ഞാൻ ഓൾറെഡി 4 വീഡിയോ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൽ. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ വെറും 5-10 മിനിറ്റോ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഈസി ആയിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കിയാലോ. ഇപ്പൊ എനിക്ക് പറയണം എനിക്കൊരു കാറുണ്ട് എന്ന് പറയണം. നമ്മൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യണ വേർഡാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇവർ രണ്ടുപേരും നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, എനിക്കൊരു കാറുണ്ട് എന്ന് പറയാൻ ഞാനിങ്ങനെ പറയാം. എനിക്ക് എന്നുള്ള എൻ്റെ ഇംഗ്ലീഷ് എന്താ നമ്മൾ പഠിച്ചത്? ഐ. അപ്പോൾ ഹാവ്, ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെന്ന് പഠിച്ചു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐ, യു, വി, ദേ, ഈ 4 ഒപ്പം എപ്പോഴും വരാ ഹാവ് ആണ്. ഹി, ഷീ, ഇതിൻ്റെ ഒപ്പം എപ്പോഴും വരാ ഹാസ് ആണ്. അപ്പോൾ ഇത് ആലോചിച്ച് വെച്ചാൽ നമുക്ക് എല്ലാ സെൻറ്റൻസും ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊരു കാറുണ്ടെന്ന് പറയാൻ ഞാൻ എന്താ പറഞ്ഞത്? ഐ ഹാവ് എ കാർ. ഇവിടെ എ ഓർ ആൻ, ഏതൊരു സെൻറ്റൻസിലും എ ഓർ ആൻ നമ്മൾ യൂസ് ചെയ്യുക കൗണ്ടബിൾ ആയിട്ടാണെങ്കിലാണ്. കൗണ്ടബിളിൽ വെച്ച് എന്താണ്? നമുക്കത് എണ്ണാൻ പറ്റും. എത്ര കാർ ഉണ്ടെന്ന് കറക്റ്റ് എണ്ണം പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഐ ഹാവ് എ കാർ. എൻ്റെ കയ്യിൽ ഒരു ഐസ്ക്രീം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയും? ഐ ഹാവ് ആൻ ഐസ്ക്രീം. ആൻ ഐസ്ക്രീം യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഐസ്ക്രീമിൻ്റെ ഐ വവ്വലാണ്, അതുകൊണ്ടാണ് ഐ ഹാവ് ആൻ ഐസ്ക്രീം. ഇനി ഞങ്ങൾക്കൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പം ഞങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഐ, യു, വി, ദേടൊപ്പം എപ്പോഴും യൂസ് ചെയ്യുക ഹാവ് ആണ്. അപ്പോൾ വി ഹാവ്, പദ്ധതിയുടെ ഇംഗ്ലീഷ് എന്താ? വി ഹാവ് എ പ്ലാൻ. ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ കറക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അതാണ് നമ്മൾ എ പ്ലാൻ യൂസ് ചെയ്തത്. അപ്പോൾ വി ഹാവ് എ പ്ലാൻ. ഇനി വേറൊരു എക്സാമ്പിൾ, അവർക്കൊരു ഷോപ്പ് ഉണ്ട് എന്ന് പറയണം. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ അവർക്ക് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ ഹാവ് എ ഷോപ്പ്. എന്തുകൊണ്ട് അവിടെ ഹാവ് വെച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞു ഐ, യു, വി, ദേടൊപ്പം എപ്പോഴും ഹാവ് വരാം. പിന്നെ ഷോപ്പിന്റെ നമ്പർ കറക്റ്റ് എത്ര ഷോപ്പ് ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ദേ ഹാവ് എ ഷോപ്പ് എന്ന് പറഞ്ഞത്. ഇനി ഇതേ സെന്റൻസ് അവർക്ക് ഷോപ്പ് ഇല്ല എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയും? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇല്ല, എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് പറയാൻ നമ്മൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് യൂസ് ചെയ്യാന്ന്. അപ്പൊ ഡു നോട്ട് എപ്പോഴാണ് യൂസ് ചെയ്തത്? ഐ, യു, വി, ദേടൊപ്പം ഡു നോട്ട് ആണ് യൂസ് ചെയ്തത്. ഹി, ഷീടൊപ്പം ഡസ് നോട്ട് ആണ് യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദേ ഡു നോട്ട് ഹാവ് എ ഷോപ്പ്. അവർക്ക് ഷോപ്പ് ഇല്ല. ദേ ഡു നോട്ട് ഹാവ് എ ഷോപ്പ്. അല്ലെങ്കിൽ നമുക്ക് അതൊന്നും കൂടി ഷോർട്ട് ആക്കിയിട്ട് പറയാം, ദേ ഡോണ്ട് ഹാവ് എ ഷോപ്പ് എന്ന് പറയാം. ഇനി നമുക്ക് പറയണം അവളുടെ ഒരു പെട്ടി ഉണ്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാം? അപ്പൊ നമ്മൾ പഠിച്ചു ഷീ, ഹീടൊപ്പം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക ഹാസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ? ഷീ ഹാസ് എ ബോക്സ്. അവളുടെ ഒരു ബോക്സ് ഉണ്ട്. ഇനി ഈ ബോക്സ് ഇല്ല എന്നിങ്ങനെ പറയാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇല്ല എന്ന് പറയാൻ ഷീടൊപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡസ് നോട്ട് ആണ് യൂസ് ചെയ്യുക. അപ്പൊ എന്താ നമുക്ക് ആൻസർ ചെയ്യാം? ഷീ ഡസ് നോട്ട് ഹാവ് എ ബോക്സ്. ഇനി അവനൊരു ബ്രദർ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയാം? ഹി ഹാസ് എ ബ്രദർ. അവന് ഒരു ബ്രദർ ഉണ്ട്. ഹി ഹാസ് എ ബ്രദർ. ഇനി അവനൊരു ബ്രദർ ഇല്ല എന്നിങ്ങനെ പറയാ? നമ്മൾ പഠിച്ചു ഹി ഡസ് നോട്ട്. ഹി, ഷീടൊപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ ഡസ് നോട്ട് ആണ്, ഡു നോട്ട് അല്ല. അപ്പോൾ ഹി ഡസ് നോട്ട് ഹാവ് എ ബ്രദർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത്? എൻ്റെ ഉണ്ട്, ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ ഇപ്പം നമ്മൾ ഈസി ആയിട്ട് പഠിച്ചില്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണൽ മാത്രമല്ല, എല്ലാവരും ഒന്ന് ജസ്റ്റ് പഠിച്ചത് മറക്കാണ്ട് ഒന്ന് ചെറുതായി ഒരു നോട്ടാക്കി എഴുതി വെക്കുക. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളല്ല ഒരു ദിവസം പഠിപ്പിച്ചു തരുന്നത്. അപ്പം നമുക്ക് വെറും 5-10 മിനിറ്റ് ഒരു ഡേ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ഇംഗ്ലീഷ് ഭയങ്കര ആത്മവിശ്വാസത്തോടെ പറയാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്